തിരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ ഒരു വലിയ പട തന്നെ ഇപ്പോൾ അറസ്റ്റിലാവും. പിന്നീട് ജയിലിന് പുറത്ത് വെളിച്ചം കാണാൻ പറ്റാത്ത തരത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മന്ത്രിപ്പട മുതൽ എല്ലാവർക്കുമുള്ള ജയിലറകൾ സജീവമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മുഖ്യന് അവസാന ആണിയടിക്കുകയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ കയ്യിൽ പിണറായിക്കും ഈ സർക്കാരിനുമെതിരെ പൊട്ടിക്കാനുള്ള ഒരു വലിയ ബോംബുണ്ട്. ആ കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണം മോഷ്ടിക്കപ്പെട്ടുവെന്നും ആരൊക്കെ ചേർന്നാണ് ആ മോഷണം നടത്തിയത് എന്നും ഏത് രീതിയിലാണ് ആ മോഷണം നടന്നത് തുടങ്ങിയ എല്ലാ ഗൂഢനീക്കവും പോലീസ് കണ്ടുപിടിക്കുമ്പോഴും ആ സ്വർണം എവിടെ പോയി ആർക്ക് വിറ്റു എന്ന കാര്യത്തിന് മാത്രം യാതൊരു വ്യക്തതയും ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഈ സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുരാവസ്തു റാക്കറ്റിന് വിറ്റു എന്ന ഒരു വ്യവസായ പ്രമുഖൻ എല്ലാ തെളിവുകളുമായി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലെത്തുന്നത്. എന്നാൽ ആ തെളിവ് അവിടെ തന്നെ മൂടിവെക്കാതെ തനിക്ക് കിട്ടിയ എല്ലാ തെളിവുകളുമായി രമേശ് ചെന്നിത്തല നേരെ SITക്ക് മുന്നിലേക്കാണ് പോകുന്നത്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ താൻ പറയുമെന്നാണ് രമേശ് ചെന്നിത്തല തുറന്നടിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ വരെ മാങ്കൂട്ടം വിഷയത്തിൽ ചർച്ചകൾ സജീവമാക്കി നിർത്തിയെങ്കിലും ഇനി അതൊന്നും നടക്കില്ല. മുഖ്യന് അവസാന ആണിയടിക്കാൻ ചെന്നിത്തല തയ്യാറായി കഴിഞ്ഞു. ആ വീഡിയോ ഒന്ന് കാണാം. ഇയാള് എനിക്ക് അറിയാവുന്ന ഒരാളാണ്, ഒരു വ്യവസായിയാണ്. ഇതിനു മുമ്പും ഒന്ന് രണ്ട് ഇൻഫർമേഷൻസ് തന്നപ്പോൾ അത് ക്രെഡിബിൾ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി കിടക്കുകയാണ്. അപ്പം അത് ഇങ്ങനെ ഇൻഫർമേഷൻ തന്നപ്പോൾ ഞാനത് വിശദമായി അയാളോട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവില്ല. ഞാൻ അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിലെ കോടാനുകോടി വരുന്ന ജനങ്ങളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ശബരിമലയിലെ ഈ കൊള്ള. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ എനിക്ക് തോന്നി അത് SIT അറിയിക്കേണ്ടത് ആവശ്യമാണ്. അറിയിച്ച് അവരന്വേഷണം നടത്തട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിന് അത് സ്വയം പറയാനൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ പേടിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ SITയെ പറയണം. അത് SITയെ സഹായിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇത് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ SITയോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതി. തന്നെയുമല്ല, ഇത്രയും പ്രമാദമായ ഒരു കേസാകുമ്പോൾ നമ്മൾ ആ കിട്ടിയ വിവരം സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തെ വിളിച്ച് അവർ ചോദ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറയാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു വ്യവസായി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഈ റാക്കിനെ കുറിച്ച് അദ്ദേഹത്തിന് എങ്ങനെയാണ് അറിവുന്നത്? ഈ റാക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണോ, അല്ലെങ്കിൽ ഈ റാക്കറ്റിന്റെ വേറെ റാക്കറ്റുമായി ഏത് തരത്തിലുള്ള ബന്ധമുള്ള ആളാണോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നത്? അദ്ദേഹം ഒരു വ്യവസായിയാണ്. ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. കേരളത്തിൽ അങ്ങനെ വ്യവസായങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെന്തിനാണത് മറച്ചു വെക്കുന്നത്? എനിക്ക് കിട്ടിയ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം SITയുടെ മുമ്പിൽ പറയാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ. ഏതാ അദ്ദേഹം പറയുന്നത്? ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആന്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു. 500 കോടിക്ക് അധികം വിലയുള്ള ഒന്നാണ് ആ വിൽപ്പന നടന്നത്. അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ വിലയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് SITക്ക് കൈമാറട്ടെ. നേരിട്ട് അദ്ദേഹത്തിന് പോകാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ SITയോട് ഇത് പറഞ്ഞത്. ഭയമുണ്ട് അദ്ദേഹത്തിന്. അപ്പം അതുകൊണ്ട് അദ്ദേഹം വിവരങ്ങൾ പറയട്ടെ. ശരിയാണോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അതല്ല, അദ്ദേഹം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണം. ഒരു വിവരം കിട്ടി, ആ വിവരം SITയോട് പറയാൻ തയ്യാറായ എന്നെ ഇതിനകത്ത് കൂട്ടണ്ട. അപ്പം എനിക്ക് തോന്നിയത് ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യമാണ് ശബരിമല ധർമ്മശാസ്താവിൻ്റെ കയ്യിൽ എന്നെ കൊടുത്ത ഒരു സ്വർണം നഷ്ടപ്പെട്ടുവെന്ന്. ഇന്നലെ എന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരാൾ വിളിച്ചു. അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, സുരേഷ് പാലാഴി എന്ന് പറയും. അദ്ദേഹം 15 കിലോ സ്വർണം അവിടെ പൂജാദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തു. അദ്ദേഹം ഡയാലിസിൽ തന്നെ വിളിക്കുകയാണ്, എൻ്റെ സ്വർണം അവിടെ ഉണ്ടോ സാറേ എന്നറിയണം, ഇനി അതും മോട്ടിച്ചുകൊണ്ട് പോയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ദേവസ്വം ബോർഡ് ആണല്ലോ നിങ്ങൾ കൊടുത്തത്, അവിടെ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ധാരാളം ഭക്തന്മാർ അവിടെ കൊടുത്ത
അവരുടെ കാണിക്കയായി കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആശങ്കാകുലരാണ്. അത് പോയോ, മോഷ്ടിച്ചുകൊണ്ട് പോയോ, ഉണ്ടോ? കാരണം ഒരു ഭക്തൻ തൻ്റെ ആത്മസമർപ്പണമാണ് ഒരു കാണിക്ക, ഒരു ദക്ഷിണ എന്നെല്ലാം പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാനത് സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സാക്ഷി തോന്നുന്നത്. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും അയ്യപ്പൻ മലയിൽ പോകുന്ന ഒരാളാണ്. ഈ വർഷം മാത്രം അമ്മ മരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, അടുത്ത വർഷം പോകും. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ ജീവന് ഭീഷണി എന്നല്ല, പോലീസ് സുരക്ഷ വേണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഭയമുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട, SITയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ SITക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ സംസാരിക്കാമെന്ന്. അദ്ദേഹം കോടതിയിലെത്തി 164 നൽകാൻ തയ്യാറാണെന്ന് അങ്ങനെയുണ്ടോ? അതൊക്കെ തയ്യാറാണ്. ഇതിനകത്ത് ഈ വിവരം എന്ന് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ തെളിവില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും ഈ വിവരമായി മാത്രം നിൽക്കുകയാണ്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് സ്വർണ്ണം എവിടെയാന്ന് കണ്ടുപിടിച്ചോ? സ്വർണ്ണം എവിടെയാന്ന് കണ്ടുപിടിച്ചല്ലോ ആരും. ഗോവർദ്ധന്റെ പേര് പറഞ്ഞ അവിടെ സ്വർണ്ണം എവിടെ പോയി? അതാണ് എനിക്ക് കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യം. ഇത്രയും ദിവസമായിട്ട് കേരള പോലീസോ ദേവസ്വം വിജിലൻസോ SITയോ ഒക്കെ അന്വേഷിച്ചിട്ട് സ്വർണ്ണം കാണുന്നില്ലല്ലോ. അപ്പോൾ സ്വർണ്ണം എവിടെ പോയി? അപ്പോൾ ഇയാൾ പറയുന്നത് ശരിയല്ലേ? സ്വർണ്ണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആന്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു എന്നാണ് പുള്ളിയുടെ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ ചെറിയ കാര്യമാണോ? അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ മിണ്ടാതിരിക്കണോ? നിങ്ങളതിനെ പറ. അതെല്ലാം SIT കണ്ടോട്ടെ, SIT അയാളോട് ചോദിച്ച് മനസ്സിലാക്കിക്കോട്ടെ, അയാളുടെ തെളിവുണ്ടോ? ഞാൻ ഇന്ററോഗേറ്റ് ചെയ്യുന്ന ഒരാളല്ലല്ലോ. എന്നോട് ഇത്രയും കാര്യം പറഞ്ഞപ്പം അത് നിങ്ങൾ SITയുടെ മുമ്പിൽ പറയണം. SIT ആണ് അന്വേഷിക്കുന്നത്, അവർ കണ്ടെത്തട്ടെ, അവർ ഫർദർ എൻക്വയറി നടത്തട്ടെ. SIT ഫർദർ എൻക്വയറി. അത് ഇത്രയും ദിവസമായിട്ടും ഈ മോട്ടിച്ചുകൊണ്ട് പോയ സ്വർണം കാണുന്നില്ലല്ലോ. അത് നിങ്ങളാരും ചോദിക്കുന്നില്ലല്ലോ, സ്വർണം എവിടെ? അപ്പം ആ സ്വർണം എവിടെയെന്നുള്ള ചോദ്യം ഒരു വളരെ പ്രസക്തമല്ലേ? അതിന് തുമ്പ് കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ SIT അന്വേഷിക്കേണ്ട കാര്യം. പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് പ്രാഥമികമായി തെളിവുണ്ടോ, വസ്തുതയുള്ള കാര്യമാണോ? നിങ്ങൾ കാത്തിരുന്ന് കാണുക.